ഇച്ചായനവന് ചെക്കാണോ കൊടുത്തത്? പോലീസിനെന്തെങ്കിലും? ഫോണിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവരും നേരിട്ട് കാണണം, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മുടെ അവസ്ഥ മനസ്സിലാവാതിരിക്കില്ല കുറച്ച് പേർക്കെങ്കിലും. സിജോയ്, നീ എനിക്ക് തന്ന കാശ് നീ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അറേഞ്ച് ചെയ്തെന്ന് എനിക്കറിയാം. അത് ഒരു ദിർഹം പോലും കുറയാതെ ഞാൻ തിരിച്ച് തരികയും ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ വേണമെങ്കിൽ നിനക്ക് ഗ്യാരണ്ടിക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ മറ്റോ. ചൂടാറുന്നതിന് മുമ്പ് കുടിക്കൂട്ടോ. ആ അച്ഛൻ ചായ കുടിക്കേ. ജെറി, 97 ഞാൻ ദുബായിലെത്തുന്നത്. 2 വർഷം ലേബർ ക്യാമ്പിലായിരുന്നു. അവിടെ പെട്ടുകിടന്ന് എന്നെ പൊക്കിക്കൊണ്ടുവന്നത് നിന്റെ പപ്പയാ. കടങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ നിന്റെ പപ്പയ്ക്ക് പറയാനുള്ളതിലും ഒരുപാടധികം എനിക്ക് പറയാനുണ്ടാവും. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ പണം ജേക്കപ്പച്ചായൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതിന് ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കട്ടിക്കടലാസിൽ ഒപ്പിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ പപ്പയോട് പറഞ്ഞേക്ക്. ഒമേരി എന്ന് പറഞ്ഞ ആ ഈജിപ്ഷ്യൻ ഇവിടെയാണ് താമസിക്കുന്നത്. അയാൾ സ്റ്റീൽ വാങ്ങാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കുറച്ച് അഡ്വാൻസ് ക്യാഷ് തന്നിരുന്നു. നമുക്ക് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം ജേക്കബ്, താനെന്താ എന്താ ഫോൺ എടുക്കാത്ത? മുരളി, ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട്. നേരിട്ട് വന്നാലോ? സംസാരിക്കടോ. அன்னைக்கே உன்னை கேட்டிருந்தேன், அந்த அஜ்மலா நம்பலாமான்னு. அப்போ நீ என்ன சொன்ன? 100% விஸ்வசிக்க, 100% லைக் அ பிரதர். பிரதர் நல்லா வச்சாங்க ஆப்பு உனக்கு. இத்தனை வருஷமா இந்த நாட்டில் இருந்துக்கிட்டு பிஸ்னஸில் யாரை நம்பணும் யாரை நம்பக்கூடாதுன்னு கூட தெரியாமல் நீ எல்லாம் என்னத்துக்கடா பிஸ்னஸ் பண்ணிட்டு இருக்க பொட்டை. മുരളി, പ്ലീസ് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. என்ன நீ எனக்கு மரியாதை கத்து தரியா? You gonna teach me how to behave? காசு கொடுத்துட்டு பேசுறா. 3.5 மில்லியன் மேடிச்சோண்டு போயிட்டு நீ என்ன மரியாதை படிப்பிக்க பாடா மான கேட்டவனே. മുരളി പ്ലീസ് விடுறா, பேசி വിടാച്ചു വേണ്ട. ഡോണ്ട് ക്രിയേറ്റ് എ സീൻ. എത്രയും പെട്ടെന്ന് എന്റെ കാശ് തിരിച്ച് തന്നില്ലെങ്കിൽ നിന്റെ ആ ഗ്യാരണ്ടി ചെക്ക് ഞാൻ പ്രസന്റ് ചെയ്യും. அப்புறம் நீயும் நின்ற குடும்பம் அகத்து போகும். சாவிட உனக்கு മനസ്സിലായോടാ?